കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന് വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യഹൂദരുടെ ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ബെത്സേദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെയുണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവന് വളരെ നാളായി കിടപ്പിലാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. അന്ന് സാബത്തായിരുന്നു. അതിനാൽ സുഖം പ്രാപിച്ച ആ മനുഷ്യനോട് യഹൂദർ പറഞ്ഞു, ഇന്ന് സാബത്താകിയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്. അവൻ മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, കിടക്കയെടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞവൻ ആരാണ്? അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടത്തിൽ യേശു മറഞ്ഞു കഴിഞ്ഞിരുന്നതിനാൽ അവൻ ആരാണെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് യേശു ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ ഈ 2 വായനയിലൂടെയും തമ്പുരാൻ നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു ആശയം, അല്ലെങ്കിൽ അതിനപ്പുറത്തോട് നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മളെപ്പോഴും ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്ന വിഷയങ്ങൾ, നിരാശയിൽ നിബന്ധിക്കുന്ന പല അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കും. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ, ആ ഒരു പ്രത്യാശയിൽ നമ്മുടെ ജീവിതം തന്നെ മുഴുവനുമായിട്ട് ദൈവത്തിന് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉള്ളൊരു ഉത്ഭരം നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും സ്വായത്തമാക്കണം എന്നുള്ള കാര്യമാണ്. ആദ്യ വായനയിൽ എസേൽ പ്രവാചകൻ വളരെ ഭംഗിയായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ. കാരണം ബാബിലോൺ പ്രയാണത്തിൽ അവരുടെ ജീവിതത്തിൽ ആ ഒരു പ്രത്യാശയായ ദൈവം അവരുടെ ജീവിതത്തിൽ നിന്ന് മറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദൈവജനം എന്ന രീതിയിൽ പലപ്പോഴും മുന്നോട്ട് പോകുന്ന ആ ഒരു പ്രയാണത്തിൽ ദൈവമില്ല എന്ന് പോലും തോന്നിക്കൊണ്ട് ജീവിച്ച നാളുകൾ. കാരണം അവരുടെ ജീവിതത്തിൽ പലപ്പോഴും സ്വന്തമെന്ന് കരുതിയ പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ സഹനങ്ങൾ പല ആവർത്തി അവരുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്നു. സ്വന്തമെന്ന് കരുതിയ അവർ നഗരം പോലും ആക്രമിക്കപ്പെടുകയും സ്വന്തം ദേശത്ത് പോലും പലപ്പോഴും അവർ അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും, അല്ലെങ്കിൽ പലപ്പോഴും അവരെ തന്നെ ദ്രോഹിച്ചുകൊണ്ട് ആ ഒരു ഇടത്തിൽ നിന്ന് പോലും അവരോരോരുത്തരും അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന ഒത്തിരിയേറെ കാഴ്ചകൾ. ആ ഒരു സമയത്താണ് എസെക്കിയേൽ പ്രവാചകൻ ഈ ഒരു മഹാപ്രയാണത്തിൽ അവരുടെ കൂടെ ആയിരുന്നുകൊണ്ട് അവരോരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുകയും അവരോരോരുത്തരെയും ഈ ഒരു പ്രത്യാശയിലേക്ക് നയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു നദിയെ പറ്റി പറയുന്നുണ്ട്. നമുക്കറിയാം, ഒരു നദി എവിടെ ഒഴുകിയാലും അത് എത്തുന്നിടത്തെല്ലാം അത് ജീവൻ്റെ ഒരു തുടിപ്പ് എപ്പോഴും കൊണ്ടുവരും. അതുപോലെ തന്നെ ഒരു കിഴക്ക് നിന്ന് ഒഴുകുന്ന ഈ ഒരു നദിയെപ്പറ്റി പറയുമ്പോൾ അത് എത്തുന്നിടത്ത് എല്ലാവർക്കും ആ ഒരു പ്രത്യാശയുടെ അനുഭവം, അല്ലെങ്കിൽ ജീവൻ്റെ അനുഭവം അവർക്ക് ഓരോരുത്തർക്കും പകരും എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു നദിയായിട്ട് ദൈവത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. കിഴക്ക് നിന്ന് അവരോരോരുത്തരും അവരുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞത് ദൈവിക സാന്നിധ്യം എപ്പോഴും നിലകൊള്ളുന്നത് അത് കിഴക്കാണ്. കാരണം ജെറുസലേം ദേവാലയമാണെങ്കിൽ പോലും സ്ഥിതി ചെയ്യുന്നത് അവർ ദിക്കിലായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തെ ഉദ്ബോധിപ്പിക്കുകയും ആ ഒരു പ്രത്യാശയിൽ അവർ ആഴപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ഒരു നദിയെ പറ്റിയിട്ട് അവരോട് പറഞ്ഞിട്ടാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മോടൊപ്പോഴുണ്ട്. പക്ഷേ പലപ്പോഴും അത് തിരിച്ചറിയാനോ അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന ആ ഒരു ജീവിതാവസ്ഥയുടെ ആഴം കൊണ്ട് പലപ്പോഴും അതിനെ ഏറ്റെടുക്കാൻ പോലും പലപ്പോഴും നമുക്ക് പറ്റാറില്ല. കാരണം നമ്മുടെ ആത്മജീവിതത്തിൽ ഓരോ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും പല ആവർത്തി നമ്മളോട് പറയുമ്പോഴും മാനുഷികമായിട്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിനോരോന്നിനും ഉത്തരം കൊടുക്കുന്നതും. പക്ഷേ
ദൈവവചനത്തെ കൈപിടിച്ചുകൊണ്ട് എത്രത്തോളം സങ്കീർത്തകൻ പറയുന്നത് പോലെ പ്രത്യാശയിൽ പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല? രണ്ടാം വായനയിൽ കടന്നു വരുമ്പോഴും ഒരു പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, പക്ഷേ ആ ഒരു മനുഷ്യനായിരിക്കുന്ന ആ ഒരു കുളക്കടവ് ബെത്സയിദ, അതിനെ ഹെബ്രായ ഭാഷ കൊണ്ട് തന്നെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഒരു കരുണയുടെ വീടെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഒരു വീട്ടിലായിരിക്കുന്ന ആ ഒരു നിമിഷമടക്കം തന്നെ ആ ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒന്നും സംഭവിക്കില്ല, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു പ്രയാണത്തിൽ തൻ്റെ ജീവിതം ഈ ഒരു കിടക്കയിൽ തന്നെ തീരും എന്നുള്ള ബോധ്യം ആ ഒരു മനുഷ്യനെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗം ആ ഒരു മനുഷ്യന് മുമ്പിൽ തുറക്കപ്പെടുന്നു. ആ ഒരു മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ ആഗ്രഹിക്കുന്നത്? സുഖപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം തമ്പുരാൻ ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ വേദനകളൊക്കെ നമ്മൾ അലട്ടുമ്പോൾ, ഒരുപക്ഷെ സാമ്പത്തികമായിട്ടോ രോഗാവസ്ഥകളോ അതിന് ഒത്തിരിയേറെ കാര്യങ്ങൾ പലപ്പോഴും വ്യക്തിപരമായിട്ടും കുടുംബപരമായിട്ടും നമ്മളെ അലട്ടുമ്പോഴും തമ്പുരാൻ നമ്മളോടും ആവർത്തിക്കുന്നുണ്ട്, നീ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? കാരണം നമ്മുടെ പ്രാർത്ഥനയിലും അല്ലെങ്കിൽ ഹൃദയവിചാരങ്ങൾ പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ, ആ ഒരു യഥാർത്ഥമായ പ്രാർത്ഥന സമർപ്പിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റാതെ പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വെക്കുന്നത് കുറച്ചുകൂടി നമ്മുടെ ജീവിതത്തിൽ സന്തോഷവാന്മാരായിട്ടും ആനന്ദത്താലായിരിക്കാൻ വേണ്ടി പറയുന്ന കുറേ കാര്യങ്ങളാണ്. പക്ഷെ അതിലുപരി എന്താണ് എൻ്റെ ജീവിതത്തിലേക്ക് യഥാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു ഉത്തരം ആ ദൈവത്തിന് മുമ്പിൽ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം. കാരണം ആ ഒരു കുളക്കരവിൽ ആ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ, ജീവിതം ഇനി ഇല്ല എന്നുള്ള ബോധ്യത്തിലായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എവിടെ നിന്ന് എനിക്ക് സഹായം വരും എന്നുള്ള കാര്യം പലപ്പോഴും ആ ഒരു മനുഷ്യനെ കുലുക്കിയിരുന്നു. അല്ലെങ്കിൽ ക്രിസ്തു തന്നെ ആ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്ന് എന്താണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴും ക്രിസ്തുവിനെ തിരിച്ചറിയാതെ ആ ഒരു മനുഷ്യൻ വിരൽ ചൂണ്ടുന്നത് ഈ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രമാണ്. ഇപ്പോഴും തിരിച്ചറിയുക, ഈ ഒരു കരുണയുടെ വീടിലേക്ക് തമ്പുരാൻ പലപ്പോഴും കടന്നു വരുമ്പോഴും നമ്മൾ പലപ്പോഴും ചുറ്റോട് നോക്കിക്കൊണ്ട് ബാഹ്യമായിട്ടുള്ള പല കാര്യങ്ങളിലുമാണ് നമ്മുടെയും ആശ്രയം വയ്ക്കുന്നത്. സങ്കീർത്തകൻ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഇപ്പോഴും തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ കടന്നു പോകുമ്പോഴും ആ ഒരു ദൈവത്തിൻ്റെ കൈപിടിച്ചാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. ഒരിക്കൽ പോലും ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നോ, അല്ലെങ്കിൽ നമ്മുടെ സഹനത്തിൻ്റെ ഈ ഒരു യാത്രയിൽ ഒരിക്കൽ പോലും അവിടെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നില്ല എന്ന ബോധ്യം അതെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.